മൈ ട്രാവൽ മൈ ടേസ്റ്റിന്റെ പുതിയ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും നിറഞ്ഞ സ്വാഗതം. കന്യാകുമാരിയിൽ നിന്ന് ഗ്ലാസ് ബ്രിഡ്ജ് കയറി തിരിച്ചു വരുന്ന വഴിയാണ് ഇവിടെ കയറിയത്. കുട്ടികൾ രണ്ടുപേരും യാത്ര കാരണം വളരെ ക്ഷീണിതരായിരുന്നു. നല്ല വിശപ്പ്, അതുകൊണ്ട് ഈ കട കണ്ടപ്പോൾ നിർത്തിയതാണ്. ആദ്യം ഞാൻ ഇറങ്ങിയ ആഹാരമുണ്ടോ വൃത്തിയുണ്ടോ എന്നൊക്കെ പുറമേ ഒന്ന് നോക്കിയപ്പോൾ കുഴപ്പമില്ല എന്ന് തോന്നിയാണ് നമ്മൾ കയറിയത്. പെറോട്ടയും വീശപ്പവും ബീഫ് ഫ്രൈയും ചിക്കൻ പെരട്ടും ഡെസോഡയാണ് വാങ്ങിയത്. ചിക്കൻ പെരട്ട് ഉൾപ്പെടെ എല്ലാം നല്ലതായിരുന്നു. ബീഫ് ഫ്രൈ അതെടുത്ത് പറയണം, അത് വേറെ ലെവലായിരുന്നു. ഒരു മസ്റ്റ് ട്രൈ ഐറ്റം എന്ന് തന്നെ പറയാം. 150 രൂപയാണെങ്കിലും നല്ല അളവിലുണ്ടായിരുന്നു. പെറോട്ടയും വീശപ്പവും ഡെസോടെ എല്ലാം തന്നെ രുചികരമായിരുന്നു. ലാസ്റ്റ് കട്ടനും കുടിച്ചിറങ്ങി. എടുത്തു പറയത്തക്ക ആംബിയൻസ് ഇല്ലെങ്കിലും കുടുംബമായി വന്നത് കഴിക്കാൻ കൊള്ളാവുന്നൊരു സ്ഥലമായി തോന്നി. ആഹാരം എല്ലാം നല്ല രീതിയിൽ തന്നെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ശ്രീ ജോസ് കുമാർ ശ്രീമതി അനുജ എന്നീ ദമ്പതികൾ 2024 നവംബർ 14 മുതൽ നടത്തുന്നതാണ് ഈ റെസ്റ്റോറൻറ്റ്. 30 വർഷമായി ഹോട്ടൽ ഫീൽഡിലുള്ള ആൾക്കാരാണ്. മുഖം കാണുമ്പോൾ കുറച്ച് ഗൗരവം തോന്നാം, പക്ഷേ പെരുമാറ്റത്തിലും സംസാരത്തിലും അതില്ല. നല്ല രീതിയിലാണ് നമ്മളോട് പെരുമാറിയത്. കൃത്രിമമായ നാട്യങ്ങളുമില്ല. പാറശാലയിൽ നിന്ന് വരുമ്പോൾ ട്രിനിറ്റി ഹോസ്പിറ്റലിൽ കഴിഞ്ഞ് ആനക്കുന്ന് കുരിശടിക്ക് സമീപമായി താന്നിമൂട് തീരുന്നിടത്തും ആനക്കുന്ന് തുടങ്ങുന്നതിനും ഇടയ്ക്കായാണ് SK ഫാസ്റ്റ് ഫുഡ് എന്ന ഈ രുചിയിടം. ഇതിൻ്റെ പേര് A1 ഫാസ്റ്റ് ഫുഡ് എന്ന് തെറ്റിദ്ധരിച്ചാൽ അത്ഭുതപ്പെടാനില്ല. കാരണം കടയുടെ മുന്നിൽ അങ്ങനെയും ബോർഡുകളുണ്ട്. രാത്രിയാണെങ്കിൽ കടയുടെ മുകളിലെ SK ഫാസ്റ്റ് ഫുഡ് എന്ന പേര് കണ്ണിൽ പെടണമെന്നില്ല. പകൽ അതുവഴി പോയപ്പോൾ എടുത്ത വീഡിയോയും ചേർത്തിട്ടുണ്ട്. നെയ്യാറ്റിൻകരയിൽ പോകുമ്പോൾ വലതുവശത്തായി വരും. എതിർവശത്തായി യൂസ്ഡ് കാർ ഷോപ്പും ഫ്രൂട്ട് സ്റ്റാൾ ഷോപ്പ് എന്നിവ കാണാം. ദയവായി വലിയ ആംബിയൻസ് ഒന്നും പ്രതീക്ഷിച്ച് പോകരുത്. ഒരേ സമയം 28 പേർക്ക് ഇരിക്കാം. വാഷ്റൂമുണ്ട്. ഉച്ചയ്ക്ക് 12 മണി മുതൽ രാത്രി 1 മണി വരെയാണ് കട. ഊണ് പുട്ടും മീനും, പ്രത്യേകിച്ച് പുഴമീനുകൾ, ബിരിയാണികൾ, ചിക്കൻ, ബീഫ്, ദോശ, ചമ്മന്തി, സാമ്പാർ, ചപ്പാത്തി തുടങ്ങിയ വിഭവങ്ങൾ ഇവിടെയുണ്ട്. ഭക്ഷണപ്രേമികൾ ഇതുവഴി പോകുമ്പോൾ ഈ രുചിയുടെ ദയവായി ഓർമ്മിക്കുക. നിങ്ങൾ പോയാൽ അവർക്ക് വലിയൊരു സഹായം തന്നെയായിരിക്കും. ഭക്ഷണം കഴിച്ച് നിരാശപ്പെടാനുള്ള സാധ്യതയും കുറവാണ്.